ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ, വായിച്ചു കാണുമല്ലോ. മലപ്പുറം ജില്ലയിൽ പടർന്നു പിടിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന അസുഖം അഥവാ സാധാരണ കാണുന്ന മഞ്ഞപ്പിത്തം കുറേ ആളുകളുടെ മരണ കാരണം വരെ ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഒരു തരത്തിലെ ഹെപ്പറ്റൈറ്റിസ് ആണ്. കുഞ്ഞു കുട്ടികൾക്ക് ജനിക്കുമ്പോൾ എടുക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, 6 ആഴ്ചയിലെടുക്കുന്ന പെൻഡാവാക് വാക്സിനിലുള്ള അതെല്ലാം ഒരു ക്രോണിക് ലിവർ ഡിസീസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന അതും ഒരു വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ്. ഹെപ്പറ്റൈറ്റിസ് എ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് അക്യൂട്ടായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. അത് വളരെ ഷോർട്ട് ഇൽനെസ് എന്ന് പറയാം കമ്പയർഡ് ടു ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്ന് തുടങ്ങി പലതരത്തിലെ ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റിയാണ്. അത് എങ്ങനെ പകരുന്നു എന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. എല്ലാ പേരൻസും മനസ്സിലാക്കേണ്ടതാണ് ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി. ഹെപ്പറ്റൈറ്റിസ് എ എന്ന മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗലക്ഷണങ്ങൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചെറിയ പനി ഉണ്ടാകാം, ക്ഷീണം, കുട്ടികൾക്കാണെങ്കിൽ ഒട്ടും വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, പനിയും നിർത്താതെയുള്ള ഛർദിലും, മൂത്രത്തിന് അത് കഴിയുമ്പോൾ മഞ്ഞ നിറം, കണ്ണിന് മഞ്ഞ നിറം തുടങ്ങിയവയുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഒരു പ്രധാന കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പനിയും ഛർദിലും ഉള്ളപ്പോൾ പ്രത്യേകിച്ച് ഈ രോഗം പടർന്നു പിടിക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യമില്ലാതെ പാരസെറ്റമോൾ കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ തന്നെ ലിവറിൻ്റെ നീർക്കെട്ടാണ്. അപ്പോൾ പാരസെറ്റമോളെല്ലാം ലിവറിലാണല്ലോ മെറ്റബോളൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒരിക്കലും പാരസെറ്റമോൾ കൊടുക്കരുത്. പാരസെറ്റമോൾ മാത്രമല്ല വേറെ ഒരു മരുന്നും, മിക്ക മരുന്നുകളും ലിവറിലാണല്ലോ ചെല്ലുന്നത്. അതുകൊണ്ട് ഒരു ഡോക്ടർ നിർദ്ദേശമില്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള മരുന്ന് കൊടുക്കരുത്. അത് രോഗം കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നതെന്ന് നോക്കാം. ഡോക്ടർമാരുടെ ഭാഷയിൽ പറയുന്ന ഫീക്കോ ഓറൽ റൂട്ട് എന്നാണ്. അതായത് എ അഥവാ ഈ മഞ്ഞപ്പിത്തം ഉള്ള ഒരാളുടെ മലത്തിൽ ഈ വൈറസുകൾ കാണും. അപ്പോൾ ഈ വൈറസ് കണ്ടാമിനേറ്റ് ചെയ്ത വെള്ളം കുടിക്കുകയോ, അതായത് പ്രോപ്പർ സാനിറ്റേഷൻ ഇല്ലാതെ വെള്ളം കുടിക്കുകയോ, അവരുടെ മലത്തിലുള്ള വൈറസ് പകർന്ന ഫുഡ് കഴിക്കുകയോ, അതായത് അങ്ങനെയുള്ള ആൾക്കാർ പാചകം ചെയ്യുന്ന ഫുഡ് കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ വരുന്നതാണ്. അതായത് ഈ അസുഖമുള്ള ആൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷം ശരിക്ക് കൈ കഴുകാതെ ഫുഡ് പാചകം ചെയ്യുകയോ എടുത്ത് കൊടുക്കുകയോ, അതായത് കണ്ടാമിനേറ്റഡ് ഫുഡ് കഴിക്കുകയോ ചെയ്യുന്ന കുട്ടിക്ക് ഈ അസുഖം വരാം. അതുകൊണ്ടാണ് ഈ അസുഖം വന്ന് മാറിയവർ ശരിക്കും അസുഖം മാറിക്കഴിഞ്ഞ് മാത്രമേ ഫുഡ് ഹാൻഡിൽ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത്. ഇനി ശരിയായ സാനിറ്റേഷൻ ഇല്ലാത്ത കണ്ടീഷനിൽ വെള്ളത്തിൽ കൂടിയും ഈ രോഗം പകരാം. അതുകൊണ്ടാണ് നല്ലവണ്ണം തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ ഈ രോഗമുള്ളവരുടെ കൂടെ താമസിക്കുന്നവർക്കും ശുശ്രൂഷിക്കുന്നവർക്കും രോഗം പകരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ സ്കൂള്, കോളേജ്, ഹോസ്റ്റലുകളിൽ പെട്ടെന്ന് ഈ രോഗം പകരുകയും ഹോസ്റ്റലും സ്കൂളുകളും കോളേജൊക്കെ അടച്ചിടേണ്ടി വരികയും ചെയ്യുന്നത്. ഇനി എങ്ങനെയെല്ലാം ഇത് വരാതെ നോക്കാം? രോഗം ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ വൃത്തിയായി, നമ്മളെല്ലാം ഹാൻഡ് ഹൈജീൻ പഠിച്ചിട്ടുള്ളതാണല്ലോ, ഒരു 20 സെക്കൻഡ്സ് എങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ വൃത്തിയായി കഴുകേണ്ടതാണ്. കുട്ടികളെയും അത് ശീലിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും ഭക്ഷണം പാചകം ചെയ്യുന്നവരാണെങ്കിൽ അതിനു മുമ്പും എല്ലാം ഈ കൈ കഴുകൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, ഇങ്ങനെ ഒരു രോഗം പകരാതിരിക്കാൻ വേണ്ടി. പിന്നെ സേഫ് ഫുഡ് പ്രാക്ടീസസ് എന്ന് വെച്ചാൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉപയോഗിക്കുന്നതിന് മുമ്പ് വൃത്തിയായി നല്ലവണ്ണം റണ്ണിങ് വാട്ടർ, അതായത് പൈപ്പ് തുറന്നിട്ട് ആ വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകേണ്ടതാണ്. എല്ലാ ഫുഡും നല്ലവണ്ണം കുക്ക് ചെയ്യേണ്ടതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കക്കാറച്ചി തുടങ്ങിയ ഷെൽ ഫിഷുകൾ നല്ലവണ്ണം കുക്ക് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കുടിക്കുന്ന വെള്ളം നല്ല ക്ലീൻ ആയിരിക്കണം. തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ. അത് തിളച്ച ഉടനെ ഗ്യാസ് നിർത്തുന്നതാണല്ലോ നമ്മളുടെ എല്ലാം ടെൻഡൻസി. 1 തൊട്ട് 5 മിനിറ്റ് വരെ തിളച്ച് മറിയണമെന്നാണ് ശരിക്കും പറയുന്നത്. ഈ അണുക്കൾ ശരിക്കും നശിക്കണമെങ്കിൽ മിനിമം ഒരു 3 to 5 മിനിറ്റ്സ് വെള്ളം തിളപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇനി എല്ലാ ഇൻഫെക്ഷ്യസ് ഡിസീസിനെ പോലെ തന്നെ വരാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം വാക്സിനേഷൻ തന്നെയാണ്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ അവൈലബിൾ ആണോ? അത് അവൈലബിൾ ആണ്. പക്ഷേ ഈ വാക്സിൻ എക്സ്പെൻസീവ് ആയതുകൊണ്ട്
ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ അല്ല. എപ്പോഴാണ് ഈ വാക്സിൻ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്? കുട്ടിക്ക് 1 വയസ്സാകുമ്പോൾ തന്നെ ഹെപ്പറ്റൈറ്റിസ് എയുടെ ഫസ്റ്റ് ഡോസ് കൊടുക്കാം. എത്ര ഡോസാണ് കൊടുക്കേണ്ടത്? 2 ഡോസാണ്. ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് 6 മന്ത്സ് കഴിഞ്ഞ് സെക്കൻഡ് ഡോസും കൂടെ കൊടുക്കാം. എത്ര ഇഫക്റ്റീവാണ് ഈ വാക്സിൻ എന്ന് ചോദിച്ചാൽ ഏകദേശം 95%ഓളം ഇഫക്റ്റീവാണെന്ന് തന്നെ പറയാം. 1 വയസ്സിന് മുമ്പ് ഈ വാക്സിൻ കൊടുക്കാവോ? ഇല്ല, നമ്മൾ 1 വയസ്സിന് ശേഷമാണ് വാക്സിൻ അഡ്വൈസ് ചെയ്യുന്നത്. എത്ര വയസ്സ് വരെ ഈ വാക്സിൻ എടുക്കാം? എത്ര വയസ്സിലും വാക്സിൻ എടുക്കാം. 1 ഡോസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡോസിൻ്റെ മിനിമം ഇൻ്റർവൽ 6 മന്ത്സ് ആണെന്ന് മാത്രം. 6 മന്ത്സ് തൊട്ട് 12 മന്ത്സ് വരെ സെക്കൻഡ് ഡോസ് എടുക്കാം നമുക്ക്. ഈ വാക്സിൻ എത്ര എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ എക്സ്പെൻസീവ് ആണ് തന്നെ. ഏകദേശം 2000 രൂപയുടെ അടുത്താണ് ഈ വാക്സിൻ്റെ വില. അങ്ങനെ 2 ഡോസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും എക്സ്പെൻസീവായുള്ള വാക്സിൻ കൊടുക്കണോ എന്ന് ചോദിച്ചാൽ കൊടുക്കണമെന്ന് തന്നെയാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. എന്തെന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന അസുഖം വന്നിട്ട് അതുകൊണ്ട് കുട്ടിക്കുണ്ടാകുന്ന അസ്വസ്ഥതയും, വലിയ കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുകയില്ല, വർക്കിംഗ് പേരൻസ് ആണെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുകയില്ല, ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്ന ഹോസ്പിറ്റലിൽ കിടത്തണമെങ്കിൽ ഇതെല്ലാം കൂടെ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും കൂടെ നോക്കുമ്പോൾ നമ്മൾ ഈ വാക്സിന് കൊടുക്കുന്ന എമൗണ്ട് അത്ര കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വാക്സിൻ എടുക്കാൻ പറ്റുന്നവരെല്ലാം വാക്സിൻ എടുക്കണമെന്ന് തന്നെയാണ്, എടുക്കാത്ത കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കിൽ പറഞ്ഞാൽ നല്ല ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് പേഴ്സണലായിട്ടുള്ള ഹൈജീൻ, ഫുഡ് ഹൈജീൻ, വാട്ടർ ഹൈജീൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും സമയാസമയങ്ങളിൽ പറ്റുന്ന പോലെ വാക്സിൻ എടുക്കുകയും ചെയ്താൽ നമ്മൾക്ക് ഒരു പരിധിവരെ ഹെപ്പറ്റൈറ്റിസ് എ കുട്ടികൾക്ക് വരാതെ നോക്കാം. എല്ലാവരും ഹെപ്പറ്റൈറ്റിസ് എ വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നന്ദി, നമസ്കാരം.